അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ എംപിയുടെ വികസന ഫണ്ടിൽ നിന്ന് 45 ലക്ഷം രൂപ ചെലവഴിച്ച് പടിയൂർ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന് നിർമ്മിച്ച കെട്ടിടം നാടിന് സമർപ്പിച്ചു. രാജ്യസഭാ എംപി അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ബി ഷംസുദ്ദീൻ അധ്യക്ഷനായി. ദീർഘകാലമായി ജീർണാവസ്ഥയിലായിരുന്ന പടിയൂർ ജനകീയ ആരോഗ്യ ഉപകേന്ദ്രത്തിന് സന്തോഷ് കുമാർ എംപി അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ചാണ് പുതിയ കെട്ടിടം പൂർത്തീകരിച്ച് പൊതുജനാരോഗ്യ പരിപാലനത്തിന് ഉതകും വിധം സജ്ജമാക്കിയത്. രാജ്യസഭാ എംപി അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാറിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 45 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് നാടിന് സമർപ്പിച്ചത്. പടിയൂർ കല്യാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ഷംസുദ്ദീൻ ചടങ്ങിന് അധ്യക്ഷനായി. ഊരത്തൂർ PHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TP സത്യജൻ, പടിയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R മിനി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KV തങ്കമണി, സംഘാടക സമിതി കൺവീനർ K രാജീവ്, മെമ്പർമാരായ R രാജൻ, CVN അബൂബക്കർ, സെക്രട്ടറി റോബർട്ട് ജോസഫ്, ഡോക്ടർ അനിൽകുമാർ, മനോജ് കുമാർ, വിവിധ നേതാക്കളായ V ഷിനോജ്, KP ബാബു, VC അമ്പിളി, ദിലീപ് പെരുമണ്ണ്, C ദിനേശൻ, സഭ KT ജോസ് എന്നിവർ പങ്കെടുത്തു. ഇന്നത്തെ പോലെ വിപുലമായ സംവിധാനങ്ങളില്ലാത്ത ഒരു കാലം. ഇന്നിപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നല്ല അധികാരമുള്ള, നല്ല ശേഷിയുള്ള സ്ഥാപനങ്ങളാണ്. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല എന്ന് നമുക്കറിയാം. ഇപ്പോൾ ഏറ്റക്കുറച്ചിലുണ്ടെങ്കിലും തനത് വരുമാനമുള്ള, അതിലുപരിയായി നല്ല അധികാരമുള്ള സ്ഥാപനങ്ങളാണ് ഇത് പലതും. പക്ഷെ അങ്ങനെ ഒന്നും അല്ലാത്ത കാലത്ത് നല്ല മനസ്ഥിതിയുള്ള കുറേ മനുഷ്യർ നാടിൻ്റെ വികസനത്തിന് വേണ്ടി നല്ല സംഭാവനകൾ നൽകി. ഈ പഞ്ചായത്തിൽ മാത്രമല്ല, എല്ലാ പഞ്ചായത്തുകളിലും പ്രദേശങ്ങളിലും അത്തരത്തിലുള്ള ആളുകളെ കാണാൻ നമുക്ക് സാധിക്കും. അവരെ നമ്മളെപ്പോഴും ഓർമ്മിച്ചിരിക്കണമെന്നില്ല, അവരുടെ പേരുകളൊന്നും ഇങ്ങനെ എഴുതി വെക്കപ്പെടണമെന്നില്ല. പക്ഷെ ആ മനസ്ഥിതി എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. കണ്ണൻകോപുരം ഇതിന് അങ്ങനെ സംഭാവന നൽകിയെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളുടെ പുറകിലുള്ള ചരിത്രവും പരിശോധിച്ചാൽ നമുക്കങ്ങനെ കുറേ മനുഷ്യരെ കണ്ടെത്താൻ സാധിക്കും. വർഷങ്ങൾക്ക് മുമ്പ് നമ്മളങ്ങനെ ആരംഭിച്ചൊരു കെട്ടിടം കാലപ്പഴക്കം ഉണ്ടായി. കെട്ടിടത്തിൻ്റെ നിർമ്മാണ രീതികളിലുമൊക്കെ ധാരാളം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. പുതിയ ടെക്നോളജി നല്ലതുപോലെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിലാണ് നമ്മളിവിടെ പഴയ കെട്ടിടം, ഇവിടെ പറഞ്ഞതുപോലെ സമകരമായൊരു ദൗത്യമായിരുന്നു അത് പൊളിച്ചു നീക്കുക എന്ന് പറയുന്നത്. അത് പൊളിച്ചു നീക്കി നമ്മളൊരു പുതിയ കെട്ടിടം, നല്ല ഗംഭീരമായൊരു കെട്ടിടം നിർമ്മിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് നാട്ടിൻ്റെ ഒരു കാര്യത്തിന് ഫണ്ട് അനുവദിക്കുക എന്ന് പറയുന്നത് ഞാനൊരു വലിയ കാര്യമായിട്ടൊന്നും കാണുന്നില്ല. വളരെ ചെറിയൊരു ഉത്തരവാദിത്തമാണ്. പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ദീർഘകാലം ജനിച്ചു വളർന്ന ഇവിടെയല്ലെങ്കിലും ദീർഘകാലം ജീവിച്ച ഒരു സ്ഥലം. പഞ്ചായത്തുമായി ഞങ്ങൾക്കെല്ലാം തന്നെ വളരെ വലിയൊരു ബന്ധമുണ്ട്. എൻ്റെ വീട് ഇപ്പോഴും ഇവിടെ ഉണ്ട്. അച്ഛൻ ഈ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥനായിരുന്നു. ഇവിടെ പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. ആമലയിലുള്ള വ്യക്തിബന്ധങ്ങൾക്ക് പുറമെ ഈ നാട്ടിലെ മിക്കവാറും കുടുംബങ്ങളുമായ ആളുകളുമായൊക്കെ ഞങ്ങൾ ബന്ധമുള്ളവരാണ്. അപ്പോൾ ഒരു എന്തെങ്കിലും തരത്തിൽ മറ്റൊരു നാട്ടിൽ ചെയ്യുന്നത് പോലെ അല്ല പടിയൂർ ചെയ്യുക എന്ന് പറയുന്നത്. എടുത്തു പറയേണ്ടതായ ഒരു പ്രത്യേകത അതിനുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എൻ്റെ വളരെ ചെറിയ ഒരു ഉത്തരവാദിത്തമാണ്, വളരെ ചെറിയൊരു കടമയാണ്. Where your dreams meet the world's best. CJ Buildware. From the world's best brands to your home. Select from the finest international brands, backed by expert service. Crafting spaces with care, curating excellence with global brands. വീടെന്നുള്ളത് ഒരു സ്വപ്നം മാത്രമല്ല, ഓരോ വ്യക്തിയുടെയും അധ്വാനത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രതീകമാണ്. നമ്മുടെ സ്വപ്നഭവനത്തിന്റെ ഓരോ ചുവടിലും നമ്മോടൊപ്പം നിന്ന CJ Buildwareന് Trust the legacy of 35 years. CJ Buildware, Sanjas Riverview Complex, Thanthode, Irati, Kannur. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ A-Channel. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ A-Channel ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.